ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതേപോലെ ഡോറിലെ കരിമ്പൻ കറുത്ത പാടുകളൊക്കെ മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇപ്പോൾ ഫ്രിഡ്ജ് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അത് ക്ലീൻ ചെയ്യണമെന്നില്ല. കാരണം അതിൻ്റെ കവറ് ഇതേപോലെ ഓരോ ഗ്ലാസ്സിലുള്ള കവറ്, അതേപോലെ ഫ്രീസറിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോഴത്തേനും അതിൻ്റെ വേസ്റ്റുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതിരിക്കുക. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് എപ്പോഴും ക്ലീനിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡോറിലെ കരിമ്പുള്ളി മാറ്റാനുള്ള സൊല്യൂഷൻ റെഡിയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കരിമ്പുള്ളിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു. പിന്നെ നമുക്ക് ഡിഷ് വാഷാണ്, അത് കുറച്ച് ഒഴിച്ചു. പിന്നെ നമുക്ക് കോൾഗേറ്റാണ് ഞാൻ ഇടുന്നത്. അത് ഏത് കളറാണേലും കുഴപ്പമില്ല, വെള്ളയാണേലും പച്ചയാണേലും ചുവപ്പാണേലും ഏതാണേലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നല്ലൊരു സൊല്യൂഷനാണ് പേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇടാം. ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ചോറിൻ്റെ ആ കരിമ്പുള്ളിയിൽ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല, അപ്പം തന്നെ ഞാൻ ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടുന്നുണ്ട്. എല്ലാ രീതിയിൽ പോയി കിട്ടും. ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ എപ്പോഴും ക്ലീനിങ് ചെയ്യണമെന്നില്ല. നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇടയ്ക്കൊന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ടിഷ്യൂ പേപ്പർ വെച്ച് വെറുതെ ഒന്ന് തുടച്ചാൽ മാത്രം മതി. ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു അരിയൊക്കെ മേടിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അതൊന്ന് വെട്ടി ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതിനകത്ത് വീണാൽ കളറാകും ആ വെള്ള ഭാഗത്ത്. പിന്നെ ഭയങ്കര ജോലിയായിരിക്കും. നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ കൊണ്ടങ്ങ് വെച്ചിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെ നമ്മൾ കളയുന്ന ഐസ്ക്രീം പാട്ടയിൽ ഇത് ഫുള്ളാക്കി വെച്ചിട്ട് ആ ഡോറിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഭാഗത്തൊന്നും എവിടെയും ആകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കൊണ്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഓരോ ടിന്നിനകത്താക്കി ഡോറിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. അതേപോലെ ഓരോ സാധനവും നമുക്ക് ആ ടിന്നിനകത്തോട്ടാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ള ഭാഗത്തൊക്കെ ഇതിൻ്റെ കളറൊക്കെ പറ്റിയ ഭയങ്കര പാടാണ് പോകാൻ. ഇപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ സാധനങ്ങൾ ഇതേപോലെ തുറന്ന് വെക്കരുത്, അടച്ച് മാത്രമേ വെക്കാവുള്ളൂ. അപ്പോൾ ഞാനത് വെച്ച് കാണിച്ചാണ്. അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ ഫ്രീസറിനകത്ത് ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് കവർ ഒന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഇരുന്നോളൂ. ഇതേപോലെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ അതിൻ്റെ മുകളിലും ഇതേപോലെ ഇതൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ആവശ്യമുള്ള ഇറച്ചിയോ മീൻ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ സാധനങ്ങൾ ഇതേപോലെ തന്നെ വെച്ച് സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് സൈഡ് ഈ ഡോറിൽ മുട്ട വെച്ച് കൊടുക്കാം. പിന്നെ ഇപ്പം ഇവിടെ ഇതേപോലെ ഈ തട്ടിനകത്ത് ഇതേപോലെ കട്ടിയുള്ള പേപ്പറോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെയെങ്കിലും ആ ഇടയിലൊന്നും ആവത്തുമില്ല, നമുക്ക് ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ട്. അപ്പം നമ്മൾ ഡോറ് തുറക്കുമ്പോഴൊക്കെ ബാഡ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി ഞാൻ നാരങ്ങ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഒരു കൊച്ചു തട്ടിനകത്താക്കി അതകത്ത് വെച്ച് കൊടുക്കാം.